democracy in India is happening right now. नहीं चलेगी, नहीं चलेगी, नहीं चलेगी, नहीं चलेगी। ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിലും പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലീസ് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിന്റെ വൻ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് രാജ്കോട്ട് മാർഗിലെ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പോലീസ് വലിച്ചിഴയ്ക്കുന്നതിനിടെ രാഹുൽ ഗാന്ധിയുടെ മൂക്കിൽ നിന്ന് രക്തസ്രാവമുണ്ടായി. കസ്റ്റഡിയിലെടുത്ത രാഹുൽ ഗാന്ധിയെ ഛത്രസാൽ സ്റ്റേഡിയത്തിലേക്കും പ്രിയങ്ക ഗാന്ധിയെ മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിലേക്കുമാണ് മാറ്റിയത്. മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പോലീസ് സ്റ്റേഷനിലെത്തി പ്രിയങ്കയെ സന്ദർശിച്ചു. രാത്രി 9 മണിയോടെ ഇരുവരെയും വിട്ടയച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അടിയന്തര പരിഷ്കാരങ്ങൾ വേണമെന്ന് മോചിതരായ ശേഷം രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമരവേദിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിന്നതോടെ ചർച്ച പരാജയപ്പെട്ടു. പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യാമെന്ന ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന് സമ്മതിച്ച രാഹുൽ ഗാന്ധി പിന്നീട് നിലപാട് മാറ്റിയെന്നാണ് കേന്ദ്രമന്ത്രിയുടെ ആരോപണം. കോക്രോച്ച് ജനതാ പാർട്ടി തിങ്കളാഴ്ച പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നേരെ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചതാണ് കൂടുതൽ പ്രതിഷേധത്തിന് വഴിവെച്ചത്. വിദ്യാർത്ഥികളെ ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്തമേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, NCP നേതാവ് സുപ്രിയ സുലെ എന്നിവരും വൈകുന്നേരത്തോടെ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. എന്നാൽ കോൺഗ്രസിന്റെ പ്രതിഷേധം BJP ആസൂത്രണം ചെയ്തതാണെന്ന് AAP ആരോപിച്ചു. അതേസമയം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നീറ്റ് വിഷയത്തിൽ സർക്കാർ അടിയന്തരവും കർശനവുമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. This country has a majority of young people. Prime Minister Modi is the most anti-youth Prime Minister India has ever had. The boys and girls who are walking the streets of Delhi are not criminals. They are demanding their rights. Their rights are to have an education system that respects them, to have an education system that is fair, to have an education system that is working. There's absolutely nothing wrong in what they're doing, and it's disgusting what the government is doing and what the police is doing. This is absolutely no way to behave. Tear gassing students, lathi charging students is not democratic. It's not India's way, and it is not the way this should be done. They have legitimate demands. The Prime Minister should accept these demands and do something about it. Everybody is sick and tired of the way our education system is running. Everybody is sick and tired of how the RSS has captured our education system and how all our institutions are being run by one organization. This is a natural response that the young people of India are making, and it should be respected. We've been raising this issue not for weeks or months, we've been raising it for years. There's a fundamental problem, and Modi disrespects all the young people of this country. All they believe in is asatya and hinsa, which are the anti-Indian principles. Thank you.